1978 ഹോണ്ട ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കിയിട്ടുണ്ട്. ഒരു വലിയ എഞ്ചിനൊക്കെ ആയിട്ടാണ് ഈ വണ്ടി വന്നിരുന്നത്. അതായത് ഒരു 6 സിലിണ്ടറാണ് ഈ വണ്ടിക്ക് വന്നിരുന്നത്. മാത്രമല്ല എൻ്റെ സൗണ്ടിനെ ആൾക്കാർ റെഫർ ചെയ്യുന്ന ഒരു F1 കാറിൻ്റെ അതേ സൗണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ വണ്ടിയുടെ സൗണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ വരുന്ന ഒരു 6 സിലിണ്ടർ യൂണിറ്റാണ്. DOHC സെറ്റപ്പാണ് വരുന്നത്. അതായത് ഡ്യുവൽ ഓവർഹെഡ് ക്യാമാണ് വരുന്നത്. 4 വാൽവ് പെർ സിലിണ്ടറാണ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 24 വാൽവ് വരുന്നുണ്ട്. ഹോണ്ടയ്ക്ക് വേണമെന്നെങ്കിൽ 2 വാൽവ് പെർ സിലിണ്ടർ ആക്കാമായിരുന്നു. പക്ഷേ പെർഫോമൻസിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അവർ ഓപ്റ്റ് ചെയ്തത് ഒരു 4 വാൽവ് സിസ്റ്റം ആയിരുന്നു. ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 105 HP അറ്റ് 9000 RPM 85 Nm ടോർക്ക് 8000 RPM വരുന്നത്. ആൻഡ് ടോപ്പ് സ്പീഡ് വരുന്നത് 225 km/h. ഇന്നത്തെ കാലത്ത് ഈ പവറും ഈ ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമായിരിക്കില്ല. കാര്യം നമുക്ക് ഇന്ന് വരുന്ന വണ്ടികളൊക്കെ തന്നെ ഒരു 170-180 ഹോഴ്സ് പവറും ഈവൻ 200+ ഹോഴ്സ് പവറും ഉള്ള വണ്ടികൾ പോലും ഉണ്ട്. പക്ഷേ 1972 ഒരു പ്രൊഡക്ഷൻ മോട്ടോർ സൈക്കിളിൽ ഇത്രയും പവർ വരിക എന്നുള്ളത് ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ ഈ എഞ്ചിനിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ജാക്ക് ഷാഫ്റ്റ് എന്നുള്ള സംഭവമാണ്. അതെന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നോർമൽ എഞ്ചിൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും ഓൾട്ടർനേറ്ററും നമ്മുടെ പിക്കപ്പ് കോയിലും അങ്ങനെയുള്ളതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ അത്രയും തന്നെ വൈഡാവും. ഓൾറെഡി 6 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ നോർമലി 4 സിലിണ്ടർ എഞ്ചിനെക്കാട്ടിയും വൈഡറാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഒരുപാട് വലുതായി പോവും. അത് ഭയങ്കര കാണാൻ ബോറായിരിക്കും. അതുള്ള വണ്ടിയുടെ ബാലൻസിങ്ങിനും എല്ലാത്തിനും തന്നെ ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഹോണ്ട ക്ലവറായിട്ടൊരു ടെക്നോളജി ഇതിൽ കൊണ്ടുവന്നു. അതാണ് ജാക്ക് ഷാഫ്റ്റ്. ജാക്ക് ഷാഫ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്കിൽ നിന്ന് തന്നെ, അതായത് ക്രാങ്കിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു ബെൽറ്റ് എടുത്തിട്ട് വേറൊരു ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിലായിരിക്കും ഓൾട്ടർനേറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതെന്ന് പറയുന്ന ഒരു പോയിൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ ഇപ്പോഴത്തെ കണക്ക് CD യൂണിറ്റൊന്നും അല്ല വരുന്നത്. ഇതിൽ വരുന്നൊരു പോയിൻറ്റ് സിസ്റ്റമാണ്. അത് മറ്റേ എൻഡിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ജാക്ക് ഷാഫ്റ്റ് എന്ന സംഭവം വർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കുറേ കൂടെ കോമ്പാക്റ്റ് ആയിട്ടുണ്ട്. ലൈക്ക് ഹോണ്ടയ്ക്ക് ആക്ച്വലി ഒരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണെന്ന് വേണം പറയാം. അവരുടെ ടെക്നോളജിയിൽ പുതിയൊരു അച്ചീവ്മെൻ്റ് ആണത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ CB750 എന്നൊരു വണ്ടി അന്നുണ്ടായിരുന്നു. ഹോണ്ടയ്ക്ക് അന്ന് ലൈനപ്പിൽ കുറേ 4 സിലിണ്ടർ വണ്ടികളുണ്ട്. ലൈക്ക് 350, 550, 500, 450, ഈ 750 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ 4 സിലിണ്ടർ യൂണിറ്റാണ്. ആ വണ്ടികളെയും കാട്ടിയൊക്കെ ഒരു 2 ഇഞ്ച് മാത്രമാണ് ഈ എഞ്ചിൻ വൈഡർ എന്ന് പറയുന്നത്. അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു യൂണിറ്റാണ് ജാക്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു 6 സിലിണ്ടർ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ എഞ്ചിൻ അത്രയ്ക്ക് സ്മൂത്താണ്, ബട്ടർ സ്മൂത്താണ്. ആക്ച്വലി നിങ്ങൾക്കൊരു കോയിൻ വെച്ചിട്ട് ഈ എഞ്ചിനിൽ റബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻ വീഴില്ല എന്ന് പറയും. നമ്മൾ റോൾസ് റോയ്സിലൊക്കെ കാണുന്ന കണക്ക് നമുക്ക് ഒരു ടെസ്റ്റ് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയ്ക്കും പോപ്പുലറായിട്ടും ഈ വണ്ടി എന്തുകൊണ്ട് ഫെയിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ റണ്ണ് നോക്കിക്കഴിഞ്ഞാൽ വെറും 25,000 യൂണിറ്റ് മാത്രമാണ് ഈ വണ്ടി 4 വർഷം കൊണ്ട് വിറ്റിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂറോപ്യൻ വണ്ടികളായിട്ടുള്ള ഡുക്കാറ്റി പോലുള്ള ബ്രാൻഡിനൊക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്. കാര്യം അവർ വണ്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് എക്സോട്ടിക് വണ്ടികളാണ്. പക്ഷേ ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഹോണ്ട അന്നും ഇന്നും എന്ന് പറയുമ്പോൾ മാസ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 25,000 വണ്ടി എന്നൊക്കെ പറയുന്നത് നിസ്സാരമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു ഫെയിലിയർ ആയിരുന്നു അന്നത്തെ കാലത്ത്. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അതെന്നുള്ളത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഫൈറ്റർ ജെറ്റിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട് ഹോണ്ട ഈ ഒരു വണ്ടി ഡെവലപ്മെൻറ്റ് ടൈമിൽ. അതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനെ കുറിച്ച് പറയാം. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഓൾമോസ്റ്റ് സിമിലർ ടു എ ജെറ്റ് ഫൈറ്റർ ഓർ എനിത്തിങ്. കാര്യം അതിൻ്റെ ഒരു ഡയലിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ അതിൻ്റെ ആ നീഡിലുള്ള പെയിൻറ്റിങ് ഒക്കെ തന്നെയാണ്. ലൈക്ക് നീഡിലിൻ്റെ ടിപ്പിൽ നമുക്കൊരു വൈറ്റ് പെയിൻറ്റ് കാണാം. മാത്രമല്ല അതിൻ്റെ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് ആൻറ്റി ഗ്ലെയർ ഒക്കെയാണ്. ഇതൊക്കെ ഒരു ജെറ്റ് നമ്മളൊരു സോർട്ട് ഓഫ് അത് കണക്കാണ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യം നമുക്ക് ഹൈ സ്പീഡ്സ് പോകുമ്പോൾ കുറച്ചുകൂടി വിസിബിലിറ്റി കൂടുമെന്നാണ് ഹോണ്ട പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ എക്സോസ്റ്റ് ഡെവലപ്പ് ചെയ്ത സമയത്താണ്. ഇതിന് വേണ്ടിയിട്ട് ഹോണ്ട ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അത് കണക്ക് ട്യൂൺ ചെയ്യാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു എക്സോസ്റ്റ് യൂണിറ്റ് ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. കാര്യം പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും കാരണം അത്രയും സൗണ്ടും വെച്ചുകൊണ്ട് അവർക്ക് വണ്ടി ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ആ എക്സോസ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റി പുതിയൊരു എക്സോസ്റ്റും യൂണിറ്റൊക്കെ വെച്ചിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ശരിക്കും ഹോണ്ട എങ്ങനെയായിരുന്നു ആ ഒരു സൗണ്ട് ഡെവലപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് കേൾക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതിനുള്ള വീഡിയോസൊന്നും തന്നെ ഞാൻ കണ്ടുമില്ല. സോ എനിവേ നമുക്കിപ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള ലൈക്ക് ആ ഒരു പബ്ലിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട് വെച്ചിട്ടാണ് ഹോണ്ട ഈ ഒരു എക്സോസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
സോ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ റിവ്യൂ ചെയ്തിരുന്ന അത്യാവശ്യം ഹാർഡ് കോർ ആയിട്ടുള്ള റൈഡേഴ്സൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഈ വണ്ടിയുടെ പവറിന് പറ്റിയിട്ടുള്ള ബ്രേക്സും സസ്പെൻഷനും തന്നെയായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. പല റിവ്യൂവിലും അവരൊന്ന് അൺസെറ്റിൽ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ വണ്ടി ഭയങ്കര സ്റ്റേബിൾ തന്നെയായിരുന്നു. ബ്രേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് റൈഡേഴ്സിനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഷാർപ്പും നല്ല റെസ്പോൺസും ഉള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ തന്നെയായിരുന്നു ഈ വണ്ടിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓടിച്ച് കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിസ്കി ബിസിനസ്സൊന്നുമല്ല. നിങ്ങൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാനും എല്ലാം പറ്റുന്ന നല്ലൊരു മോട്ടോർ സൈക്കിൾ തന്നെയായിരുന്നു ഹോണ്ട CBX 1050. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി ട്രാക്കിലേക്ക് ഇറക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണെങ്കിൽ അതിന് ഒബ്വിയസ്ലി നിങ്ങൾ സസ്പെൻഷനൊക്കെ അതിനനുസരിച്ച് മാറ്റുകയും അല്ലെങ്കിൽ ബ്രേക്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കാര്യം ഇതെന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് യൂസിന് വേണ്ടിയിട്ട് ഇറക്കിയൊരു വണ്ടിയാണ്. സോ അതിന് അതിൻ്റേതായ രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റവും സസ്പെൻഷനും തന്നെയാണ് ആ വണ്ടിക്ക് തന്നിരുന്നത്. ഇത്രയും നല്ല വണ്ടിയായിട്ടും എന്തുകൊണ്ട് ഈ വണ്ടി ഫെയിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആവറേജ് റൈഡറിന് പറ്റിയതല്ല. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് വണ്ടിയുടെ വിലയാണ്. കാര്യം മറ്റു വണ്ടികളെയും കാട്ടിയും ഇതിന് കുറച്ച് വില കൂടുതലാണ്. എന്നാൽ അതിനെക്കാട്ടിയും ബെറ്ററായിട്ട് ഈ വണ്ടി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എക്സെപ്റ്റ് ഫോർ ദിസ് ക്രേസി പവർ. പിന്നെ ഈ വണ്ടിയുടെ ആ ഒരു 6 സിലിണ്ടർ എഞ്ചിനും അങ്ങനെ ആ വണ്ടിയുടെ ലുക്സും കാര്യങ്ങളും മാത്രമാണ് ഈ വണ്ടിക്ക് ഓഫർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. പ്രാക്ടിക്കാലിറ്റി വൈസ് നമ്മുടെ CB 750 അല്ലെങ്കിൽ കാവാസാക്കിയുടെ വണ്ടികളൊക്കെ തന്നെയായിരുന്നു ബെറ്റർ. അതുകൊണ്ടാണ് ആൾക്കാർ ഈ വണ്ടിയിലേക്ക് അധികം നോക്കാണ്ടിരുന്നത്. പിന്നെ അടുത്ത് വേറൊരു റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടിയുടെ ഫ്യൂൽ കൺസംഷനും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഈ വണ്ടി ഇറങ്ങിയ സമയം അത്യാവശ്യം റെസിഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത്രയും പൈസ കൊടുത്ത് ഈ വണ്ടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് സൈഡോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഫ്യൂൽ ചെയ്ത് കൊണ്ടു നടക്കുന്നതിൻ്റെ ചിലവൊക്കെ ആൾക്കാരൊക്കെ ബോദർ ചെയ്യുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി അധികം ഒന്നും തന്നെ വിറ്റ് പോകാണ്ടിരുന്നത്. സോ ഈ വണ്ടി ഒരു ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല. പക്ഷേ വണ്ടിയുടെ സെയിൽസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വണ്ടി ഒരു ഫെയിലിയർ ആണെങ്കിലും വണ്ടിയുടെ ആ ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഡെവലപ്മെൻറ്റ് ഭാഗത്ത് ഹോണ്ട ഉണ്ടാക്കിയ ഒരു അച്ചീവ്മെൻറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് ശരിക്കും ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാര്യം 1978 ഹോണ്ടയ്ക്ക് ഒരു എൻ്റയർലി ഇങ്ങനൊരു റിലയബിളായിട്ടൊരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വണ്ടി ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കളക്ടേഴ്സായിട്ടും മാറിയത്. ഹോണ്ടയ്ക്ക് ഇപ്പോഴും ആ ഒരു പേര് നിലനിർത്താനായിട്ട് പറ്റുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഒരു സക്സസ് തന്നെയാണ്. സോ അതാണ് നമ്മുടെ ഹോണ്ട CBX 1050യുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക എന്നുള്ളതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യാനും മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.